പാലക്കാട് ജില്ലയിലെ തേങ്കുറിശ്ശി ഗ്രാമപഞ്ചായത്തിലെ കുമ്മാട്ടിയുടെയും കണ്യാർകളിയുടെയും ദേശപ്പെരുമ വിളിച്ചോതുന്ന കാർഷിക സംസ്കൃതിയുടെ ഈറ്റില്ലമായ വിളയൻ ചാത്തന്നൂരിൽ ഒരു നൂറ്റാണ്ടിലേറെ പ്രവർത്തന പാരമ്പര്യവുമായി തല ഉയർത്തി നിൽക്കുന്ന സരസ്വതി ക്ഷേത്രമാണ് ശബരി VLNM UP സ്കൂൾ. സാമ്പത്തിക പരാധീനത പഠനത്തിന് തടസ്സമാവില്ല എന്ന ലക്ഷ്യത്തോടെ ട്രസ്റ്റ് ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ 1/4 നൂറ്റാണ്ടോളം പിന്നിടുകയാണ്. ശബരി ട്രസ്റ്റ് ചെയർമാൻ ശ്രീ ശശികുമാർ സാർ, ട്രസ്റ്റി ശ്രീകുമാർ സാർ, മാനേജർ മുരളി സാർ, പ്രധാനാധ്യാപിക ഗീത ടീച്ചർ, അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് ഷരീഫ് സാർ എന്നിവർ ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ സാരഥികളായി ഞങ്ങളോടൊപ്പമുണ്ട്. മറ്റ് വിദ്യാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യോഗ പരിശീലനം, ബാൻഡ് പരിശീലനം, നോട്ട്ബുക്ക്, യാത്രാ സൗകര്യം എന്നിവ തികച്ചും സൗജന്യമായി കുട്ടികൾക്ക് നൽകി വരുന്നു. മികച്ച പഠനാന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിനായി മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങൾ വിദ്യാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. pre-KG, LKG, UKG വിഭാഗങ്ങളിലായി 200ഓളം കുട്ടികളും 1 മുതൽ 7 വരെ ക്ലാസുകളിലായി 1000-ലധികം കുട്ടികളും 60-ലധികം അധ്യാപകരും 40-ൽ പരം അധ്യാപകേതര ജീവനക്കാരും വിദ്യാലയത്തിലുണ്ട്. 2024-25 അധ്യയന വർഷത്തെ പഞ്ചായത്ത് തല പ്രവേശനോത്സവം ബഹുമാനപ്പെട്ട തേങ്കുറിശ്ശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഭാർഗവൻ നമ്മുടെ വിദ്യാലയത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. PTA വിദ്യാലയത്തിന് സമർപ്പിക്കുന്ന ഫാനുകളുടെ ഉദ്ഘാടനം നാടൻപാട്ട് കലാകാരൻ ശ്രീ പ്രണവം ശശി നിർവഹിച്ചു. PTA ജനറൽ ബോഡി യോഗങ്ങൾ നടത്തി 13 അംഗ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കുകയും ശ്രീ P ശാന്തകുമാരൻ, ശ്രീമതി K പ്രജിത എന്നിവർ PTA MPTA പ്രസിഡന്റുമാരായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. CPTA യോഗങ്ങൾ നടത്തി രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പഠനകാര്യങ്ങൾ വിലയിരുത്തുന്നതിനുള്ള അവസരമൊരുക്കി. പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള പരിശീലനം, ക്ലാസുകളിൽ പൊതുവിജ്ഞാന ചോദ്യങ്ങൾ നൽകൽ എന്നിവ PTA ഏറ്റെടുത്ത് നടത്തുന്ന വേറിട്ട പ്രവർത്തനങ്ങളാണ്. എല്ലാ ക്ലാസുകളിലും PTA മുൻകൈയെടുത്ത് ഫാൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ ബാലറ്റ് പേപ്പർ നൽകിക്കൊണ്ട് സ്കൂൾ ലീഡറെ തെരഞ്ഞെടുത്തു. കുമാരി ബ്രിജിത്ത് മറിയ ജോസ് ഭൂരിപക്ഷത്തോടെ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു. സോണിയ, അക്ഷയ എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. പ്രിഫറ്റ് എന്ന പേരിൽ കുട്ടികളുടെ സന്നദ്ധ സേവന സംഘടന രൂപീകരിക്കുകയും വിദ്യാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവരുടെ സേവനം പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ അധ്യയന വർഷത്തെ LSS USS പരിശീലനങ്ങൾ കാര്യക്ഷമമായി നടന്നുവരുന്നു. ഞങ്ങളുടെ അഭിമാനമായി വിദ്യാലയത്തിൻ്റെ തിലകക്കുറിയായി മാറിയ LSS വിജയികളാണ് ധീരജ് V കണ്ണൻ, അൻസിക R, അനിരുദ്ധ് S എന്നിവർ. നസ്മിയ ഫാത്തിമ, ഫിദ ഫാത്തിമ എന്നിവർ 2024-25 അധ്യയന വർഷത്തെ ഉറുദു സ്കോളർഷിപ്പ് വിജയികളായി. ഹംന പർവീൻ N അറബിക് ടാലന്റ് സെർച്ച് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി. ഈ വർഷത്തെ സ്കൂൾ തല മേളകൾ സംഘടിപ്പിക്കുകയും അതിൻ്റെ തുടർച്ചയായി സബ് ജില്ലാ, ജില്ലാ മത്സരങ്ങളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുകയും ഉന്നത വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. UP ശാസ്ത്രമേളയിൽ സബ് ജില്ലാ അഗ്രിഗേറ്റ് 1ാം സ്ഥാനം, UP സാമൂഹ്യ ശാസ്ത്രമേളയിൽ സബ് ജില്ലാ അഗ്രിഗേറ്റ് 2ാം സ്ഥാനം, UP പ്രവൃത്തി പരിചയമേളയിൽ സബ് ജില്ലാ അഗ്രിഗേറ്റ് 2ാം സ്ഥാനം, UP ഗണിതശാസ്ത്രമേളയിൽ സബ് ജില്ലാ അഗ്രിഗേറ്റ് 2ാം സ്ഥാനം എന്നിങ്ങനെ നേടിയെടുക്കാൻ കഴിഞ്ഞു. വിദ്യാരംഗം സബ് ജില്ലാ ശില്പശാലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ ജില്ലയിൽ പങ്കെടുപ്പിച്ചു. UP കലോത്സവത്തിൽ സബ് ജില്ലാ അഗ്രിഗേറ്റ് 3ാം സ്ഥാനവും LP അറബിക് കലോത്സവത്തിൽ 1ാം സ്ഥാനവും നേടി. ജില്ലാ കലോത്സവത്തിൽ നാടകം, കഥാപ്രസംഗം, മോണാക്ട്
എന്നിവ പങ്കെടുപ്പിക്കുകയും വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. കായികമേളയിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുകയും തിളക്കമാർന്ന വിജയം കൈവരിക്കുകയും ചെയ്തു. ശബരി നഴ്സറിയിലെ കുട്ടികൾ ഈ അധ്യയന വർഷത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കി. 2023-24 അധ്യയന വർഷത്തിൽ ശബരി മാനേജ്മെന്റിന്റെ വിവിധ സ്കൂളുകളിൽ നിന്നും LP വിഭാഗത്തിലെ ഏറ്റവും മികച്ച വിദ്യാലയമായി നമ്മുടെ വിദ്യാലയം തിരഞ്ഞെടുക്കപ്പെട്ടു. മാനേജ്മെന്റ് ഏർപ്പെടുത്തിയ എക്സലൻസ് അവാർഡ് നമുക്ക് ലഭിച്ചത് ഏറെ അഭിമാനകരമാണ്. പ്രധാന അധ്യാപികയും അധ്യാപകരും ചേർന്ന് ചെയർമാൻ ശശികുമാർ സാറിൽ നിന്നും ട്രോഫി ഏറ്റുവാങ്ങി. കുട്ടികളിൽ ശുചിത്വബോധം വളർത്തിയെടുക്കുന്നതിന് മികച്ച ഒരു ക്ലാസ്സിന് എവർ റോളിംഗ് ട്രോഫി നൽകി വരുന്നു. അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഓരോ സ്റ്റാൻഡേർഡിലെയും മികച്ച ക്ലാസുകൾ കണ്ടെത്തി എവർ റോളിംഗ് ട്രോഫി നൽകി വരുന്നു. വിദ്യാലയത്തിലെ അധ്യാപകരാണ് ട്രോഫി ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംയുക്ത ക്ലബ്ബ് ഉദ്ഘാടനവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ബഹുമാനപ്പെട്ട എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ശ്രീ പത്മദാസ് ഉദ്ഘാടനം ചെയ്തു. ക്ലാസ് കുട്ടികൾക്ക് വളരെ പ്രയോജനപ്രദമായിരുന്നു. ഇതിൻ്റെ തുടർച്ചയെന്നോണം പേവിഷബാധയെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസും കൗമാരപ്രായക്കാർക്കുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട ദിനാചരണങ്ങളായ പരിസ്ഥിതി ദിനം, ചാന്ദ്രദിനം, ബഷീർ ദിനം, ദേശീയ വായനാ ദിനം എന്നിവ ആചരിച്ചു. ഓണപ്പൂക്കളം, ഓണസദ്യ എന്നിവ ഒത്തുചേർന്ന വിപുലമായ ഓണാഘോഷവും ക്രിസ്മസ് ട്രീ, പുൽക്കൂട്, ക്രിസ്മസ് കരോൾ എന്നിവ ഉൾപ്പെട്ട ക്രിസ്മസ് ആഘോഷവും സംഘടിപ്പിച്ചു. വിവിധ പഞ്ചായത്തുകളിലെ അംഗനവാടികളെ സംയോജിപ്പിച്ചുകൊണ്ട് കൊച്ചുകുട്ടികളുടെ കലാപരിപാടിയായ കുട്ടിക്കൂട്ടം വിദ്യാലയത്തിൽ വെച്ച് നടത്തുകയുണ്ടായി. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും ട്രോഫിയും വിതരണം ചെയ്തു. മനോഹരമീ ഉദ്യാനം സന്തോഷവും കണ്ണിന് കുളിർമയും പകരുന്ന നയനമനോഹരമായ ഒരു പൂന്തോട്ടം എല്ലാവരുടെയും സഹകരണത്തോടെ വിദ്യാലയത്തിൽ നിർമ്മിച്ചു വരുന്നു. പൂന്തോട്ട നിർമ്മാണത്തിൻ്റെയും വിദ്യാലയ സുരക്ഷയുടെയും ചുമതല ശ്രീമതി രമ്യയാണ് ചെയ്തു വരുന്നത്. കുട്ടികളുടെ പ്രഥമ ശുശ്രൂഷയ്ക്കായി ഒരു ഫസ്റ്റ് എയ്ഡ് റൂം വിദ്യാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി എല്ലാ കുട്ടികൾക്കും മെച്ചപ്പെട്ട ഉച്ചഭക്ഷണം നൽകുകയും അതിലുപരിയായി ചില വിശേഷ ദിവസങ്ങളിൽ പായസം, ബിരിയാണി എന്നിവയും കുട്ടികൾക്ക് നൽകി വരുന്നു. നഴ്സറി ഉൾപ്പെടെ 1300-ൽ പരം കുട്ടികളാണ് വിദ്യാലയത്തിൽ നിന്നും ഉച്ചഭക്ഷണം കഴിക്കുന്നത്. പോഷകാഹാര പദ്ധതിയും നല്ല രീതിയിൽ നടപ്പിലാക്കി വരുന്നു. തേങ്കുറിശ്ശി പഞ്ചായത്തിലെ മികച്ച വിദ്യാലയത്തിനുള്ള ഹരിത വിദ്യാലയ പുരസ്കാരം പഞ്ചായത്ത് അധികൃതരിൽ നിന്നും ഹെഡ്മിസ്ട്രസ് ഏറ്റുവാങ്ങി. കുട്ടികളുടെ വായനാശീലം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി മികച്ച ഒരു ലൈബ്രറി വിദ്യാലയത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ഇതുകൂടാതെ കുട്ടികളുടെ പങ്കാളിത്തത്തോടെ നടത്തുന്ന ക്ലാസ് ലൈബ്രറികൾ പ്രവർത്തന സജ്ജമാണ്. മികച്ച ക്ലാസ് ലൈബ്രറിക്ക് എവർ റോളിംഗ് ട്രോഫിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. IT സാധ്യത ഉപയോഗപ്പെടുത്തി പഠനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി മികച്ച ഒരു കമ്പ്യൂട്ടർ ലാബ് വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നു. മലയാള ഭാഷയോടുള്ള ആഭിമുഖ്യം വളർത്തുന്നതിനും ആനുകാലിക വിഷയങ്ങളിൽ അറിവ് വർദ്ധിപ്പിക്കുന്നതിനും മധുരം മലയാളം പദ്ധതി വിദ്യാലയത്തിൽ നടപ്പിലാക്കി. 5 പത്രങ്ങളാണ് വിദ്യാലയത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. വയനാടിനൊരു കൈത്താങ്ങ് എന്ന ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് കുട്ടികളിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തുന്നതിൻ്റെ ഭാഗമായി ഫണ്ട് സമാഹരിക്കുകയും ആലത്തൂർ MLA ശ്രീ KD പ്രസേനൻ അവറുകൾക്ക് കൈമാറുകയും ചെയ്തു. പഠനത്തോടൊപ്പം പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ദിവസം 5 ചോദ്യങ്ങൾ വീതം ക്ലാസ്സിലെ കുട്ടികൾക്ക് നൽകി. ആഴ്ചയിലൊരിക്കൽ പരീക്ഷ നടത്തി വിജയിയെ കണ്ടെത്തി സമ്മാനങ്ങൾ നൽകി. ശാസ്ത്ര ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ UP വിഭാഗം ഫീൽഡ് ട്രിപ്പ് പറമ്പിക്കുളത്തേക്കും വിനോദയാത്ര ഊട്ടിയിലേക്കും, LP വിഭാഗം ഫീൽഡ് ട്രിപ്പ് തൃശൂർ കലാമണ്ഡലത്തിലേക്കും വിനോദയാത്ര ഫാന്റസി പാർക്കിലേക്കും സംഘടിപ്പിച്ചു. ഓരോ കുട്ടിയുടെയും കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കുന്നതിനും
കുട്ടിക്ക് രക്ഷിതാക്കളിൽ നിന്ന് പഠന പിന്തുണ ഉറപ്പുവരുത്തുന്നതിനും അധ്യാപകർ ഓരോ കുട്ടിയുടെയും ഗൃഹസന്ദർശനം നടത്തിവരുന്നു. സബ് ജില്ലാ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് മാനേജ്മെന്റിന്റെയും PTA-യുടെയും വക സമ്മാനങ്ങൾ നൽകുന്നതിനായി വിജയോത്സവം എന്ന പരിപാടി സംഘടിപ്പിച്ചു. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഭാർഗവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുഴൽമന്നം BPC ശ്രീ അഭിലാഷ് തച്ചങ്കാട്, അക്കാഡമിക് കോർഡിനേറ്റർ ബാലചന്ദ്രൻ മാഷ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുകയുണ്ടായി. 30 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഓഫീസ് അറ്റൻഡന്റ് ശ്രീ PM ജയദാസിന് ഞങ്ങൾ ഏവരുടെയും ഹൃദയാശംസകൾ. 2024-25 അധ്യയന വർഷത്തെ നമ്മുടെ വിദ്യാലയത്തിലെ വേറിട്ട പ്രവർത്തനങ്ങളും പ്രധാന പരിപാടികളും ആഘോഷങ്ങളും ദിനാചരണങ്ങളും എല്ലാം ഉൾപ്പെടുത്തി ക്രോഡീകരിച്ച ഒരു സംക്ഷിപ്ത റിപ്പോർട്ടാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം തന്ന ഹെഡ് മിസ്ട്രസ്, മാനേജ്മെന്റ്, PTA, സ്റ്റാഫ് തുടങ്ങി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ അറിവിനും അംഗീകാരത്തിനുമായി ഈ റിപ്പോർട്ട് സവിനയം സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.